നമസ്കാരം. ഇന്ന് പരമശിവനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാകുന്നു. ഭഗവാന്റെ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ പരമശിവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. സന്താനലബ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ബന്ധം ലഭിക്കാത്തതിനാൽ വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. വിവാഹ തടസ്സങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില ദുരിതങ്ങൾ ഒഴിഞ്ഞ് പോകാവുന്നതുമാണ്. ശാരീരികപരമായ പീഡകൾ, രോഗദുരിതങ്ങൾ നിങ്ങളെ അലട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളെ മനസ്സ് വല്ലാതെ ഉലച്ചിരിക്കുന്നു, നിങ്ങളുടെ മനസ്സ് ഉലച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനസ്സിന് ആശ്വാസം പകരുന്നതായ ചില വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ, ചില വിഷമങ്ങൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. ചില ആകുലതകളുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കലയുമായി ബന്ധപ്പെട്ട് ഉന്നതി നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ പൊതുപ്രവർത്തകർക്കും അല്പം ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് അല്പം പ്രശ്നങ്ങൾ, പ്രധാനമായും ഐക്യം നഷ്ടപ്പെട്ടു പോകുന്നതായ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. ചില തർക്കങ്ങളോ വിഷമങ്ങളോ ഉണ്ട്. അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ പോലും ഉടനെ സംഭവിക്കണം എന്നില്ല. അത്തരം കാര്യങ്ങൾ അല്പം കൂടി നീണ്ടു പോകാവുന്നതാണ്. എന്നാൽ പരിഹാരം നിങ്ങൾക്ക് ശ്രമങ്ങളിലൂടെ നടത്തുവാൻ സാധിക്കും. അഥവാ വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, അനുമതികൾ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേർന്നു എന്ന് വരാം. ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില വിഷമതകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. തൊഴിൽപരമായ ഉന്നതി നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. തൊഴിലുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് പരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ബിസിനസ് പരമായ ഉയർച്ച, നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. സാമ്പത്തിക സ്രോതസ് അത് അല്പം നേട്ടങ്ങൾക്ക് സഹായകരമാണ് സമയം. അതായത് പല വഴികളിലൂടെയും പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളിൽ നിന്നും പോലും സഹായം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് പല വിധത്തിലുള്ള രോഗദുരിതങ്ങളുണ്ട് എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്ത് സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ധനനഷ്ടം അല്പം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാകുന്നു. വിദേശ യാത്രകൾ, വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാം. അതായത് ചില തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു പോകാവുന്നതാണ്. ഈ സമയം നിങ്ങൾ തീർച്ചയായും പരമശിവനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ പല ദുരിതങ്ങളും കഷ്ടതകളും ഉണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് അധികം താമസിക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് ജീവിതത്തിലുള്ളത്. ഉദ്യോഗത്തിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈ സമയം നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള ചില ദുരിതങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരിഹാരം അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ ഒരു പരിധി വരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസപരമായും പല കാര്യങ്ങളും അനുകൂലമായി തീരാം. വിദ്യയിൽ ഉണ്ടായതായ ചില തടസ്സങ്ങൾ ഒഴിഞ്ഞു പോവുകയും നിങ്ങൾക്ക് വിദ്യയിൽ ഉയരുവാൻ സാധിക്കുകയും ചെയ്യാം. തൊഴിൽ രംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ബിസിനസ് പരമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ് പരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയം തന്നെയാകുന്നു. തൊഴിൽ രംഗത്ത് വിജയങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ അവസരങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്നതായ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാനും പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകി എന്ന് വരാം. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. വേണ്ടപ്പെട്ടവർക്ക് അനാരോഗ്യം ഉണ്ട് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഒരു പരിധി വരെ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക സ്ഥിതി അല്പം അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഐശ്വര്യം ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും മനസ്സ് ആശങ്കപ്പെടുന്നു എങ്കിൽ പോലും എന്തെന്നില്ലാത്ത സമാധാനം പല അവസരങ്ങളിലും നിങ്ങളിലേക്ക് കടന്ന് വരാവുന്നതാണ്. എതിരാളികളെ അല്ലെങ്കിൽ ശത്രുക്കളെ വിജയിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം വലിയ മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരുക. നിങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നതായ അക്കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ബിസിനസ് പരമായി ചില പുരോഗതികൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ബിസിനസ്സിൽ ഉയരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില തിരിച്ചടികൾ ചില വ്യക്തികളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ശുഭം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം. കൂടാതെ സംസാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരം അല്പം നിയന്ത്രിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് ഉണ്ടായിരിക്കുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കും. മനസ്സിലുള്ള പല വിഷമങ്ങളും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കുടുംബത്തിലേക്ക് മംഗള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾ ക്ലേശങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ അത് ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യമാകുന്നു. വിവാഹ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ സാധ്യത കൂടുതലാകുന്നു. സന്താനഭാഗ്യം സൽസന്താനഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് ഇത്. സാമ്പത്തികപരമായ ഉയർച്ച, ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അപകട സാധ്യതകൾ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. എന്നിരുന്നാൽ പോലും
നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിച്ച സഹായം ലഭിക്കണം എന്നില്ല. അതിനാൽ മനസ്സ് അല്പം വിഷമിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നല്ല യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ചില തടസ്സങ്ങൾ, അത്തരം ചില ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സമയമാകുന്നു. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ടെൻഷനുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതായ സമയമാകുന്നു. അവസരങ്ങൾ പോലും തേടിയെത്താം. പ്രശസ്തി വർദ്ധിക്കുകയോ പ്രശസ്തി തേടി വരികയോ ചെയ്യാവുന്ന സമയം കൂടിയാകുന്നു. ഈ സമയം പരമശിവനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.